ഹായ്. നമുക്ക് അകത്ത് എന്തൊക്കെ ഭയങ്കര സൗണ്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. സജി തന്നെ എന്തൊക്കെ സൗണ്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. കുട്ടികളെ പഠിപ്പിക്കാൻ തോന്നുന്നുണ്ട്. ഭയങ്കര ഒച്ചപ്പാടുണ്ട്. താഴത്തെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവരൊക്കെ അവിടെ ഇരുന്നിട്ടാണ് പഠിക്കണത്. അപ്പം എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. എന്താ ഇവിടെ ബഹളം? എന്താ ഒച്ചപ്പാട്? ഒച്ചപ്പാട് സ്ഥിരമുള്ള ഒച്ചപ്പാട് തന്നെ ഇതന്നെ പരിപാടി. വൈകുന്നേരത്തെ ഏറ്റവും വലിയ ടാസ്ക് ആണല്ലോ ഇതൊക്കെ തന്നെ പരിപാടി. പഠിപ്പിക്കുന്ന തിരക്കിലാണ്. മീറ്റിങ്ങിന് അത്യാവശ്യം കേട്ടപ്പോഴത്തേക്ക് വേറെ വഴി. എന്താ പ്രശ്നം? മീറ്റിങ്ങിന് എന്തൊക്കെ പറഞ്ഞു? മീറ്റിങ്ങിന് എന്താ പറഞ്ഞു? നല്ല പഠിപ്പാണ് പറഞ്ഞു. പിന്നെ നല്ല പഠിക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? എന്താ ചിരിക്കണോ? എന്തൊക്കെ ഉള്ള പാട് പറയേ. പരീക്ഷയിലൊക്കെ മാർക്ക് കുറവാണ്. അപ്പൊ ഓള് പറയണത് എന്താ കൊറോണ സമയത്തൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല, UKG പഠിക്കാൻ പറ്റിയിട്ടില്ല, 1ാം ക്ലാസ് പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് ന്യായം. അതൊന്നല്ല, അതേപോലെ തന്നെ എല്ലാ കുട്ടികളും ഞങ്ങള് കാര്യമായിട്ട് വേഗം ആയിക്കോട്ടെ. ഇന്നിപ്പോ എന്താ പഠിപ്പിക്കണത്? മലയാളം. നോക്കൂടുന്നാലേ എന്ത് നോക്കിക്കണത്? പഠിച്ചൂടെ? താഴെയുള്ള കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒക്കെ ഇവിടെ വന്നിട്ടാ പഠിക്കുക. അപ്പൂസ് ട്യൂഷൻ ടീച്ചർ അവിടെ. അപ്പൂസിന്റെ എന്താ എഴുതണത്? ഇംഗ്ലീഷാ? പറ, സ്പെല്ലിങ് പറയേ. ഇവിടെ നോക്കി പറ. ഗുഡ് 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 ഗുഡ്. ഇവിടെ എന്തൊക്കെ പഠിപ്പ്? ചിഞ്ചു എന്താ പഠിക്കണത്? മലയാളം, ഇംഗ്ലീഷ്. ഇജോ? ഇജു ടീച്ചറാ? ഈ പൊട്ടൻ എന്താ പഠിക്കണത്? ഈ പൊട്ടൻ മലയാളം പഠിക്കണത്. അപ്പൂസ് എന്താ ചെയ്യണോ? അവിടെ കളിക്കൂടെ? കപ്പല് ഷിപ്പല്ല. ഇത് വായിച്ചൂടെ? അതില് മലയാളത്തിൽ കുറച്ച് പിന്നാക്കാണ് കേട്ടോ. മലയാളത്തിൽ ബാക്കിക്കാണ്. പഠിക്കുന്ന കാര്യത്തിൽ കുറച്ച് ബാക്കിക്കാൻ. ഞങ്ങൾ ഫുള്ള് ഡാൻസുമ്പോ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അധികം കോൺസെൻട്രേഷൻ അതിലാണ്. മലയാളം കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. എല്ലാ അമ്മമാരുടെയും ഈ സമയത്ത് പരിപാടി ഇതാവും. ബാക്കി പോട്ടെ. ഇത് ഇങ്ക് ഇങ്ക് പറഞ്ഞത് INK ഇങ്ക് ഇങ്ക്. അയ്യോ, ഇങ്കിന്റെ വള്ളിത്തിരി കൂടിപ്പോയി. ഇനിയേ ഞാൻ ഓരോന്ന് പറയാം. ഓരോ വാക്കുകൾ പറഞ്ഞുതരാം. ഏതൊക്കെ പഠിപ്പിക്കുന്നത്? ടീച്ചർ ഏതാ പഠിപ്പിക്കുന്നത്? അതൊക്കെ അറിയോ? എന്നുള്ളത് പറഞ്ഞെഴുത്. അക്ഷരം എഴുതണം. സ്പെല്ലിങ് പറയാ. അപ്പൊ പിന്നെ സ്പെല്ലിങ് പറഞ്ഞെഴുത്. അപ്പോഴേ നമുക്ക് അറിയുള്ളൂ. പറഞ്ഞാ മതി തന്നെ പറയണതേ.
എഴുതിക്കൂടെ ഇരുന്ന് എഴുത്. ആ എന്നിട്ട് നമുക്ക് ഇനി മലയാളം ഉണ്ടോ നോക്കുക കേട്ടോ. ആ ഇതാണ്ടേ കൃഷി ഋഷഭം എന്നൊക്കെ എഴുതാണ്ട്, ഇവിടെ പൂര മൂഞ്ഞാൽ എന്നൊക്കെ എഴുതാണ്ട് കണ്ടോ. പുണ്ണിന്റെ ബുക്കൊക്കെ ഉഷാറാണ്. അതെ 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 ഇത് എഴുതിയിട്ടില്ല, ബാക്കിയൊക്കെ എഴുതിയിരുന്നു കണ്ടോ. ഇതും എഴുതാണ്ട്. ആ കുഞ്ഞ് എഴുതിക്കൊണ്ട് കേട്ടോ, അത് എഴുതിയിട്ട് വായോട്ടോ. ആ എന്നിട്ട് നമുക്ക് സ്ലേറ്റിൽ എഴുതി പഠിക്കാം. ഇതിലൊന്നു തന്നെ ഉള്ളൂ. ഇംഗ്ലീഷിലാണ് കുറേ എഴുതാനുള്ളത്. അതിൽ നോക്കി നോക്കാം, ഇംഗ്ലീഷിൽ കുറേ എഴുതാൻ. ഞങ്ങൾ 4 ദിവസം പോയാൽ 4 ദിവസം ഞങ്ങൾക്ക് പനിയാവും, അങ്ങനെ എന്തെങ്കിലും അസുഖമാവും. അപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യും, കുറേ എഴുതാണ്ടാവും. അപ്പോൾ ടീച്ചർ ഓരോ ദിവസം ഓരോന്ന് എഴുതിയാൽ മതി, അതല്ലേ വണ്ടേ കയറുള്ളൂ. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് ഇങ്ങനെ എഴുതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇന്നിപ്പോൾ ഇന്ന് 2 ദിവസം ലീവ് ആയിരുന്നു, ഇന്നലെ ഇന്നുമായിട്ട്. എന്താ വെച്ചാൽ സ്കൂളിൽ ടീച്ചർക്ക് മീറ്റിംഗ് ആണ്, ടീച്ചർമാർക്ക് മീറ്റിംഗ് ആണ് പറഞ്ഞിട്ട്. കൂക്കൂ UKG. സ്നിയ. നമ്മള് ചിഞ്ചോ എന്ന് വിളിച്ചിട്ടേ ആച്ചു. ചില്ലക്ഷരങ്ങൾ എഴുതിക്കോ. ഇത് നമ്മളെ സ്വാതിക ലച്ചുന്ന് വിളിക്കും. മടിച്ചി ഈ ഒന്ന് വായിപ്പാറുണ്ട്. ഞാൻ ഓരോ വേർഡ് പറയാതെ എഴുതിക്കോ. ആ കടങ്കഥ എന്ന് എഴുതിക്കോ. വേഗം ആയിക്കോട്ടെ. ഇത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ ഉച്ചക്കത്തെ കറിയൊന്നും ആയിട്ടില്ല. ഇന്നലത്തെ കറി ഇന്നലെ വൈകുന്നേരം വെച്ച കറി ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. ഇനി രാത്രിക്ക് എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കണം. അപ്പം അതിന് മീൻ കൊണ്ടുവന്ന് മസാല ഇട്ടിട്ടുണ്ട്, പൊരിക്കണം. എന്തെങ്കിലും ഒരു ചെറിയ കറിയൊക്കെ വെക്കണം. ഉപ്പേരി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഉപ്പേരി ഭയങ്കര ഇഷ്ടം, വെറും ഉപ്പേരി മതി. അപ്പോൾ പിന്നെ ഞാനത് രാവിലെ മുതലേ ആ ഉപ്പേരിമലാണ്. പിന്നെ അത് ഉണ്ടാക്കണത്തൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിന്മേക്ക് പോവുകയാണെങ്കിലൊക്കെ. ടാസ്കാണ് ഈ ഒരു പഠിപ്പിക്കലേ. എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല. അപ്പോൾ കുറച്ച് ബാക്കിക്ക് ആയതാണ്. ഓനക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഓനക്ക് LKG മുതൽ വലിയ കുഴപ്പമില്ല. ഓനങ്ങനെ കൊണ്ട് നോക്കാനും കഴിയുന്നുണ്ട്. ഇതിപ്പോൾ എന്താണെന്നറിയോ, അവളെ പഠിപ്പിക്കേണ്ട സമയത്ത് അവനായതുകൊണ്ട്, ചെറിയ കുട്ടിയായതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടി. അപ്പോൾ അതിക്ക് ശ്രദ്ധ കുറച്ച് കുറഞ്ഞുകൊണ്ട് ആ ശ്രദ്ധ ഇപ്പോൾ ഇതിൽ നല്ലോണം കാണാണ്ട്. ടീച്ചറെ നല്ലോണം ചീത്ത അറിയുകയും ചെയ്തെന്നു. നല്ല സപ്പോർട്ട് ചെയ്യാണ്, ഓളെ എല്ലാ കളിക്കും സപ്പോർട്ട് ചെയ്യാണ്. മടിയാണ്, സ്കൂളിലേക്ക് അതേപോലെ ലീവ് എടുക്കുക, നല്ല ലീവ് എടുക്കലും കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ കുറേ ചീത്തയൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇത്ര നേരം ഇരിക്കുക എന്നുള്ളത്. മറ്റേത് ഓളൊരു പഠിക്കലായിരുന്നു, ഒറ്റയ്ക്കൊരു പഠിക്കലായിരുന്നു. പിന്നെ എന്താണെന്നറിയോ, സ്കൂളിട്ട് വരും, കുറച്ച് നേരം ഒന്ന് ചായ കുടിച്ച് 2 മിനിറ്റ് ഇരിക്കും, കളിക്കാൻ പോകും. പിന്നെ കളി കഴിഞ്ഞ് മേലെഴുകൽ കഴിഞ്ഞ് വന്നാൽ അപ്പം തന്നെ തുടങ്ങും ഉറക്കം തൂങ്ങൽ. പിന്നെ ഭക്ഷണം കഴിക്കുക, കിടക്കുക, കുറച്ച് നേരമെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനിരിക്കുക. അപ്പോ എന്താ അവിടെ എഴുതാനുള്ളത് എഴുതിയോയ്യേ? ആ വിശക്കണു എന്നാ പറയണു. വിശക്കണു ഉണ്ട് ഇത്ര, വിശക്കണു. അതാണ്. പിന്നെന്താ, അവരൊക്കെ ഒരു സമയമായ ഓലും വരും. പിന്നെ കുറച്ച് ദിവസം ഞാൻ വയ്യ പറഞ്ഞ് നിർത്തി വെച്ചതായിരുന്നു. എന്നാലും ഓരോരുത്തർ ഇങ്ങനെ വരും. രാവിലെ വേറൊരു രസമാണ്, മുടി കെട്ടാൻ ഇവിടെ വരിക്കിയ ആൾക്കാരായിരുന്നു മുടി കെട്ടി കൊടുക്കൽ. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആർക്കും ഒന്നും ചെയ്ത് കൊടുക്കലില്ല. മറ്റേത് വരിക്കിങ്ങനെ വന്ന് നിൽക്കും. ഞാൻ രാവിലെ ഇവിടെ വരുമ്പോക്കിന് രാവിലെ വാതിലിങ്ങനെ മുട്ടുണ്ടാവും. ചേച്ചി അവിടെ അങ്ങനെ കെട്ടിത്തരുമോ, ചേച്ചി ഇങ്ങനെ കെട്ടിത്തരുമോ പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ അതിനൊന്നും മെനക്കെടലില്ല. അതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല, വരാറില്ല. ഒറ്റയ്ക്കാണ് കെട്ടൽ തുടങ്ങി. മറ്റേത് എന്തെങ്കിലും സ്പെഷ്യലുള്ള ദിവസമൊക്കെ എന്തെങ്കിലും ഓണപരിപാടിയോ അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയാണെങ്കിൽ അപ്പോൾ വരും. അപ്പോൾ ഇവിടെ ഫുള്ള് വരിക്കലാവും. ഓരോരുത്തർ കഴിഞ്ഞാൽ ഓരോരുത്തർ. അപ്പോഴത് നോക്കണമൊന്നുമില്ല. ആ മുടി വെട്ടിയത് നല്ല രസമുണ്ട് കേട്ടോ അല്ലേ? മുടി കിടക്കണ കാണാൻ ഭംഗിയില്ലേ? തട്ടായിട്ട് ബാക്കിക്ക് വേണ? ബാക്കി വേണ്ട, ഇവിടെ കീറിക്കണു. കണ്ടോളി. അയ്യേ ഇതാ സംഭവം മുന്നിക്കിട്ടപ്പോൾ ഭംഗിയുണ്ട് അല്ലേ? മുടി ശ്രദ്ധിക്കൂല ഓളെ തന്നെ ശ്രദ്ധിക്കൂല. അതാണ് ഇപ്പം നമ്മളെ ഏക പ്രശ്നം.
എന്താ അപ്പം ഇതിൻ്റെയൊക്കെ ഒരു വഴി? ചേച്ചി ഇവിടെ വന്നു നല്ല സുഖമായിരുന്നു. അപ്പം എന്ത് ചെയ്യും, ചേച്ചി ഓളെ നോക്കും, ഞാൻ ഓനെ നോക്കും. അപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു, രസമായിരുന്നു സംഭവം. ഇപ്പോൾ ഞാൻ തന്നെ ഇരിക്കണം. പിന്നെ എൻ്റെ വീട്ടിൽ പോയാലും ചേച്ചി ഇതേപോലെ ഓളെല്ലാം ചീത്ത അറിയും. അപ്പോൾ കുറച്ചൊക്കെ നീക്കേ ഇതന്നെയാണ്, നല്ല മടിയാണ്. ഈ മടീൻ്റെ പ്രശ്നം തന്നെയാണ്. നീ ചലിച്ചോ, ഇത് വായിച്ചോട്ടെ, എനിക്ക് വായിച്ചു തരണം. ഇത് വായിച്ചെന്നാ നീർനാഗതി ഇതിമന്ന് വിട്ടാലേ ഒരു കാര്യം നടക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാലേ, ചേച്ചി അവിടെ ചെന്നാൽ ഓള് നല്ലോണം ചീത്ത അറിയും. ഓള് അവിടെ ഇരുത്തി പഠിപ്പിക്കും. ഓളെ പിന്നെയും കുറച്ചൊക്കെ ഒരു പേടിയുള്ളതാ. ഓള് കുറച്ചൊക്കെ ഇരുത്തി പഠിപ്പിക്കും. പക്ഷെ എന്താ അറിയോ, ഓൻ്റെ അത്ര അങ്ങോട്ട് കഴിയോതില്ല. ഓളായിട്ട് മടി കാണിച്ചിട്ടോ, വേറെ ഒന്നുമില്ല. ബുദ്ധിയില്ലാത്ത കേടൊന്നും ഉണ്ടായിട്ടില്ല, മടി ഭയങ്കര മടിയാണ്. എല്ലാ വീട്ടിലും ഉണ്ടാവും ഇങ്ങനെ ഓരോരുത്തര്. അപ്പൊ ഞാൻ എന്നും ഇതിക്ക് ശ്രദ്ധിക്കട്ടെ. യാണ് ചില്ലക്ഷരങ്ങളൊക്കെ പറഞ്ഞു തന്നതല്ലേ. വെറും യാന്നല്ലല്ലോ, യാക്ക് എന്ത് വരുമ്പോൾ ആന്റെ ചിഹ്നം വരൂല അവിടെ, യാണ് എന്നുള്ളത്. ഇതൊക്കെയാണ് അവസ്ഥ. നിങ്ങൾ നോക്കിക്കോളി, എനിക്ക് വയ്യ. ഞാൻ ഈ കഥ ഇതിൽ നിന്ന് ഞാൻ ഇറങ്ങിയിരിക്കുന്നു. കഥയാണ്. ട്യൂഷനും ഓളെന്നെ തീരുമാനിക്കണം. വേണമെന്ന് വെച്ചിട്ടാണ്, അപ്പൊ വേണമെന്ന് വെച്ചാ പഠിക്കാം, വേണ്ടാന്ന് വെച്ചിട്ടാണ്. പോലെ അല്ല, നിർത്തിക്കോ. നമുക്കേ തുടങ്ങാം, ആദ്യം മുതൽ തുടങ്ങാം, അതേ നടക്കുള്ളൂ. വേണ്ട, എത്ര 2-3 ദിവസമായി ഇപ്പം പറഞ്ഞു, ഒന്നെ പറഞ്ഞു ഇങ്ങനെ കൊടുക്കണു. ഇതാണ് ഇപ്പോൾ അവളുടെ അവസ്ഥ. അപ്പൂസേ ഇവിടെ വന്നാ എന്തായി എൻ്റെ കഥ? നോക്കട്ടെ, ഈ അക്ഷരങ്ങളൊക്കെ സ്പെല്ലിങ് പറഞ്ഞ നമ്മൂട്ടി. ആ ഡബിൾ ഇ. ഇത് എത്രയാ ഇപ്പൊ വായിക്കുക? 33 അല്ല 33. അതന്നെ. എന്നാ പറഞ്ഞെഴുത്, കുറച്ചുകൂടി വൃത്തിയിൽ എഴുതാൻ മുട്ടിട്ടോ. ആ വേഗം ഇവിടെ ഇരുന്ന് എഴുതിക്കോ. അങ്ങോട്ട് നോക്കണ്ട, പുലി വരും. പുലി ഉണ്ടേ, ഇപ്പൊ ചുറ്റോറം പുലികളാണ്. നിങ്ങളവിടെയൊക്കെ ഉണ്ടോ? ഇവിടെ ഞങ്ങളുടെ അവിടെയൊക്കെ പറയുന്നേക്കാണ്ട്. ഞങ്ങളവിടെ അല്ല കേട്ടോ. എവിടെ തിരൂർക്കാട് എവിടെയോ കണ്ടതായി പറഞ്ഞു. പിന്നെ ചെറുകര എപ്പോ എവിടുന്ന്? ചെറുകര പുലി അറിഞ്ഞപ്പോലും മടിയിൽ കയറിയിരുന്നു. അയ്യോ 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 അയ്യോ, ഞങ്ങള് മേടിച്ചേ മെല്ലണ്ട് കേറി നീച്ചു തരണോ. അപ്പൊ രാത്രി ഇവിടെ കിടക്കുമ്പോ അപ്പൂസിനെ ആ ജനൽ കൂടെ ഇങ്ങനെ വന്ന് വിളിക്കും. അതെ, അപ്പൂസല്ലേ. ലച്ചുവിന് കളിക്കാനായിട്ടില്ല. എഴുതിക്കാണി ഇനിയിപ്പൊ വിശക്കണു പറയും. അപ്പോക്കിനെ മീൻ വർക്കൊക്കെ വേണ്ടേ, ഇതൊന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാനേ. എഴുതിക്കൂടെ അപ്പൂസ് പറഞ്ഞെഴുതും. നല്ല കുട്ടിയല്ലേ. ആ എവിടെ ഇരുന്നു? ചിഞ്ചു ചേച്ചി അത് അവിടെ ഇരിക്കണു, കാവലിന് അവിടെ ഇരുന്നു. പുലിയൊന്നും ഉദ്യ വരൂലടാ, പേടിക്കണ്ട. പുലിയൊക്കെ തൊടി കൂടെ പറമ്പ് കൂടെ. അതെ, അമ്മ കുട്ടി എഴുതിക്കോ. അതെ, കടിക്ക നമ്മളിങ്ങോട്ട് ചാടി കടിക്കൊന്നുമില്ല. ഇവിടെ കൂടെ ഒക്കെ ഈ പൊന്തക്കാടായതുകൊണ്ട് അപ്പൊ പിന്നെ അവിടെയൊക്കെ വെട്ടിയിരുന്നു കേട്ടോ, നല്ല വെട്ടിയിരിക്കണു. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അന്ന് ഇവിടെ പുലി ഇറങ്ങി പറഞ്ഞപ്പോൾ ആകെ പേടിയായിരുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ വെച്ചിട്ടാ കണ്ടു പറഞ്ഞു നമ്മളന്ന്. ഇവിടെ ഏതൊരു സ്കൂളിന്റെ അവിടെ കണ്ടില്ലേ? ആ തോട്ടക്കര കണ്ടു പറഞ്ഞു. അതേപോലെ ചെറുകര കണ്ടു എന്ന് പറഞ്ഞു. ആകെ ഒരു പുലി മയാണ്.
ഇപ്പൊ ആദ്യമൊക്കെ നമുക്കൊരു എന്താ കുരങ്ങന്മാരൊക്കെ വരുമ്പോഴേ കുരങ്ങന്മാർ വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ലാഘവത്തോടെയാണ് ഒരു പുലിനെ കാണുന്നത്. വെച്ചാൽ നാട് മുഴുവൻ പുലിയുണ്ട് ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇവിടെ ഈ മാട് റോട്ടിലല്ലേ എപ്പോഴും പറയുന്നതൊക്കെ, എപ്പോഴും അതിനൊരു തീരുമാനമായിട്ടില്ല എന്നും പറഞ്ഞിരുന്നല്ലോ അല്ലേ? അല്ല ഇപ്പൊ അടുത്ത് എന്താ പറയാ, അന്ന് എന്തോ ഒരു കേസൊക്കെ കേസൊക്കെ അവര് പ്രതിഷേധിച്ചൊക്കെ ചെയ്തിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ എന്തൊക്കെയാ അതിനൊരു ഇത് കിട്ടിയെന്ന് തോന്നുന്നുണ്ട് അല്ലേ? എന്താ ആളാണ് കിട്ടണ്ടേ? CCTV എന്നും മുഖം കാണിച്ചു പോണുണ്ട്. പക്ഷെ എന്നാലും അവിടെ തന്നെ എത്ര പ്രാവശ്യം കാണുക? CCTV എത്ര പ്രാവശ്യം കണ്ടോ അത്? ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മള് താഴത്തേക്കൊക്കെ ഇറങ്ങി പോകുമ്പോഴേ രാത്രിയൊക്കെ വണ്ടിയുടെ മുന്നിലേക്കൊക്കെ ചാടിയുള്ള ഒരവസ്ഥ ദയനീയാണ് അല്ലേ? ഈശ്വരാ, പേടിയാണല്ലേ ഒലാക്കിന്റെ ഒരു സംഭവം മുന്നിൽ കാണുമ്പോഴേ നമ്മളാകം കെട്ടേ. കുരങ്ങന്മാര് വരാറുണ്ട്. ഇന്നൊരുസം ഒന്ന് പേടിപ്പിച്ചു. നമ്മൾ ഈ എന്താ പറയാ പൊടുണ്ണീമ വന്നിരിക്കും, കുറെ എണ്ണ ഉണ്ടാവും. എന്നിട്ട് ഞങ്ങൾ ജനലൊക്കെ അടയ്ക്കല ഉള്ളിക്ക് കയറും വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാൻ ഇവരെ സ്കൂളിലേക്ക് ആക്കുന്ന ടൈമില് അടുക്കളയിൽ നിന്ന് നല്ല പാചകം ചെയ്യലാ. ജനലിൽ ഉമ്മണ്ട് ഒരാൾ ഇങ്ങനെ കയറി വന്നിരിക്കണു. ഞാൻ ആകെ നെട്ടി, കൊച്ചുണ്ടോന്നാ തോന്നുന്നത്. പെരും ഒച്ചുണ്ടാക്കല് ഞാൻ. എനിക്കിങ്ങോട്ട് പേടിയായിട്ടേ പെട്ടെന്ന് ഒരാൾ മുന്നിൽ വന്ന് നിന്ന പോലെ. എന്നിട്ട് ഞാൻ വേഗം ജനലൊക്കെ അടച്ചു. അപ്പൊ നോക്കുമ്പോ എന്താ മേത്തെ സൂറാത്താന്റെ പരിപ്പൊക്കെ എടുത്തോണ്ടായിരുന്നു. അത്ര പരിപ്പൊക്കെ പൊട്ടിച്ചു കൊണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പൊ കുറെ ആയിട്ട് ഇവിടെ കാണലില്ല. മറ്റേത് എപ്പോഴും സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. നമ്മളുടെ ദീപം ഉണ്ടാവും. എന്നിട്ട് നമ്മള് പഴം എന്തൊക്കെ ഇട്ട് കൊടുത്തിരുന്നില്ല അന്ന് വെച്ചോ? അവിടെ നിന്ന് തക്കാളി അതൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. എന്താ ഈ മടിയിൽ കേറിയിരുന്നു കൃഷ്ണ? അവിടെയാണോ? അവിടെ പുലിയൊക്കെ ഉണ്ടോ? അത് നാട്ടിൻപുറാണോ? എവിടെ സ്ഥലം പറഞ്ഞ? അരിക്കണ്ട. അതെ എവിടെ കേട്ടാ? ആക്കപ്പറമ്പ് കഴിഞ്ഞിട്ട് വേറെന്തോ ഒരു പേര് പറയുമല്ലോ അവിടേക്ക്. അല്ല, ഈ വേറെന്തോ ഒരു പേര് പറഞ്ഞില്ലേ? തോട്ടപ്പായി. എനിക്ക് അതാണ് തോട്ടപ്പായി. അത് നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, ബാങ്ക് കൊടുക്കാൻ നേരത്ത് കുറുക്കന്മാർ ഇങ്ങനെ ഒളിയിടുന്നു. അടുക്കളയത്തെ മീൻ വറക്കലൊന്നും ആക്കിയില്ലെങ്കിൽ ഇപ്പൊ ചോറ് വയ്ക്കും. ആ ചോറ് വയ്ക്കുമ്പോ കൊടുക്കാൻ പാകണ്ടാവില്ല. അവിടെ ഇരുന്ന് പഠിച്ചോ. പുലിന്റെ കാര്യം എല്ലാ കാര്യം പറഞ്ഞപ്പോ ഇനിയിപ്പൊ പിന്നാലെ നടക്കണം. അല്ലെങ്കിലേ അവിടുന്ന് റൂമിന്ന് ഒരാൾ അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾ വാതില് തുറന്നിട്ടുണ്ടാണല്ലോ. മസാല ഇട്ട് വെച്ചതാണ് അയിലച്ചമ്പാന്. അതൊന്ന് പൊരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഇപ്പൊ ചോറ് വയ്ക്കും. പടുപ്പ് കഴിയുമ്പോൾ ചോറ് വയ്ക്കും. അപ്പൊ ഉഷാറാവും. ഇനി എന്താ അതില്? എന്താ അതില്? അത് അടക്കി. ഈ എറുമ്പിനെ കൊണ്ടാണ് ആകെ തോറ്റണത്. വെച്ചോ, ബുക്ക് എടുത്ത് ഇവിടെ വന്നിരുന്നനി. പേടിച്ചാലും പോരാ. പക്ഷെ എന്താണ് എൻ്റെ മണി പ്ലാന്റ് കണ്ടോ? അടുക്കളയിൽ വളരുന്ന മണി പ്ലാന്റ്. അതെ അതെ, സുന്ദരി മണികളായിട്ട് ഇങ്ങനെ വളരുകയാണ്. അവിടെ നിന്ന് വെളിച്ചം കാണാണ്ടല്ലോ. അവിടെ ചീട്ട് കളിക്കണ്ട എപ്പോഴും. അതാ അങ്ങോട്ട് നോക്കിയേട്ടാ വെളിച്ചം കണ്ടോ? അവിടെ വെളിച്ചം കണ്ടോ? പിന്നെ എന്നിട്ട് ഇപ്പൊ എന്താ? പിന്നെ ആരാ അത്? പിന്നെ അതൊന്നല്ല. അതൊരാ അവിടെ ആരും ലേറ്റ് അടിച്ച് നിൽക്കാവും അവരെ. എന്താണ് ആ എണ്ണേരാണ് പോയി മുങ്ങും. ഇവിടെ ഇറങ്ങും. എന്താ
അറിയില്ല, നമുക്ക് നാളെ അന്വേഷിക്കാം. ആ അവിടെ ആൾക്കാരെന്നെയാണ്, കണ്ടോ ലൈറ്റ് അടിച്ച് പോവാണ്. ആവശ്യത്തിന് വന്നാൽ മതി. 1-2 ആൾക്കാരുണ്ട് ലൈറ്റ് അടിച്ചിട്ട്. അവിടെ ഒന്നും പോയി കണ്ട പുലി പിടിക്കും. എനിക്ക് ചെമ്പ പൊരിച്ചത് ഇഷ്ടാട്ടോ. പൊരിച്ചാലേ രസമുള്ളൂ, കറി വെച്ചാലൊന്നും വലിയ. അതെ, അയിലേനേക്കാളും രസമാണ് അയിലച്ചമ്പാന്. നമ്മൾ നല്ല അടിപൊളി സാധനമാണ്. അമ്പോ ഏതാ മണം, ഞാൻ തന്നെ എന്നെ പൊക്കി പറയുന്നു. ഇതിലെന്താ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചെറിയുള്ളി, വലിയ ജീരകം, ഇതൊക്കെ തന്നെയാണ്. ഇതെല്ലാവരും ചെയ്യണത് തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്നല്ല, ഇതെല്ലാവരും ചെയ്യണത് തന്നെയാണ്. എന്നാലും ഞാനൊന്ന് പറഞ്ഞോന്ന് മാത്രം. കണ്ടോ സുന്ദരി മണികളായിട്ട് കിടക്കണുണ്ടോ? ലച്ചു വായിച്ചൂടെ, ചില്ലക്ഷരങ്ങൾ പഠിച്ചോ. എൻ്റെ ഫോൺ എടുത്ത്, എൻ്റെ ഫോൺ നാളെ പഠിക്കാം. അങ്ങനെ തന്നെ ഡെയിലി പറയണതേ, ഡെയിലി അങ്ങനല്ലേ പറയണത്, നാളെ പഠിക്കാന്ന്. എന്നിട്ടോ എന്നാ സ്കൂളില്ലാത്ത ദിവസം വരുമോ? ഇല്ല. എവിടെ ആര്? മറ്റന്നാ വരും. രാവിലെ ഇവിടെ നിന്ന് കളിക്കാൻ പോവും. ഒരു മിനിറ്റ്. ഇതാണ് പുലി ഉള്ളിക്ക് കയറുന്നാണ് പോലൊക്കെ വിചാരം. അതിനെന്താ അറിയോ, ഞാൻ അവിടെ ആ ജനലേ തുറന്നിട്ടുണ്ടോ, അപ്പൊ പിന്നെ TV ഓണാണോ? സൗണ്ട് കുറച്ചെന്നാ, ഞാനത് ഓഫാണെന്ന് വിചാരിച്ച്. ചോറൊക്കെ തരാം, പഠിച്ചെങ്കിലേ ചോറ് തരുള്ളൂ. ഇതില് ചോറ് പോരെ? വെക്കാൻ അങ്ങനല്ല, രാത്രിക്ക് ഒരു 2-ആം മണി ഒരു ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അങ്ങോട്ട് വെക്കും, ചിലപ്പോൾ ഒരു മടിയിൽ അങ്ങനെ നിൽക്കും. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അത് ഞാനെന്നല്ല, പൊതുവേ പെണ്ണുങ്ങൾക്ക് രാത്രി അടുക്കളയിൽ കയറി പറഞ്ഞാൽ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ കേട്ടോ അവിടെ മഴ ഉണ്ട്. ഫോൺ എടുത്തേക്ക്. ഉഷാറാണ്, സൂപ്പറാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ വേണ്ട, മോശമല്ലേ? നിങ്ങൾ കഴിക്കുമോ? അപ്പൊ എന്നാ ശരി. ഇതാട്ടോ ഒന്ന് നമ്മളുടെ സ്പെഷ്യലാണ് അയിലച്ചെമ്പാന് പൊരിച്ചതും മാന്തൾ കറി. ഉപ്പേരി കഴിഞ്ഞു, ഉപ്പേരി ഉച്ചയ്ക്ക് തന്നെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉപ്പേരി എന്തായാലും ഇപ്പം ഉണ്ടാക്കണതിന് മടിയാണ്, രാവിലെയൊക്കെ മതി. നമുക്ക് കഴിച്ചാലോ? സിങ്കും കഴുകണ്ടപ്പോ പിന്നെ ഇതൊക്കെ ഡെയിലി പണിയാണല്ലേ. നമുക്ക് ചെറിയ അടുക്കളല്ലേ, പറയാൻ മാത്രം വലിയ അടുക്കളയൊന്നുമല്ലോ. അപ്പോൾ ചെറിയ കുറച്ച് ഇങ്ങനെ വൃത്തിയിൽ വെക്കണതല്ലേ രസം. ചോറ് കഴിക്കലേ കഴിഞ്ഞു. ഇപ്പൊ ക്ലീനിങ് ആണ് പരിപാടി. അതെ, ക്ലീനിങ് ആണ് പരിപാടി. ഇന്നത്തെ അംഗം ഏകദേശം തീരുമാനമായിരിക്കും. ഇനി നാളത്തെ അംഗം, നാളെ രാവിലത്തെ ഒരു അംഗം. ഇതാ ഒരാൾ ചോറൊക്കെ തന്നെ നമ്മുടെ നിരത്തിയിരുന്നതാ കളിക്കാന്, ക്ലാസ്സും കൊണ്ട് കളിക്കാൻ. രാവിലേക്ക് നൂൽപുട്ടുണ്ടാക്കിയ പോരെ?
കടലക്കറി. കടലക്കറി. വൗ. നാളെ വെള്ളിയാഴ്ചയാണ്. നേരത്തെ വിളിച്ചോണ്ട് പോയി കടന്നോ. നിങ്ങളവിടെ ഇരുന്നോളി കേട്ടോ. അല്ല ഓന്റെ കാര്യത്തിലേക്ക് വലിയ പേടിയില്ല. ഞാൻ നീക്കുന്ന ശബ്ദം കേട്ടാൽ തന്നെ ഓൻ നീച്ചു പോകും. പേടി മറ്റാളെയാണ്. ഞങ്ങള് പിന്നെ വിളിച്ച് വഴിക്കണം. കുട്ടികളെ